ഗോവയുമായിട്ട് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഇന്ന് വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് 14 പോയിന്റും 5ാം സ്ഥാനം ആയിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാണ്. ഇന്ന് മത്സരം അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 10 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായിട്ട് 9ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വിശ്വസ്തനായ കാവലാള് നമ്മുടെ സ്വന്തം സച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്സിങ്ങിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ വിജയം കൈവിട്ടു പോയത്. ഫസ്റ്റ് ഹാഫിൽ 40ാമത്തെ മിനിറ്റിലായിരുന്നു ഈ കാര്യം സംഭവിച്ചത്. ബോറിസിങ്ങിന്റെ പവർഫുൾ ആയിട്ടുള്ള ക്രോസിംഗ് ഷോട്ടാണ് ഗോളായിട്ട് മാറിയത്. ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് കരുതിയിട്ട് സച്ചിൻ ഒരിക്കലും തളരൂല. 100% പൂർവാധികം ശക്തിയോടുകൂടി തന്നെ സച്ചിൻ സുരേഷ് തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ തന്ത്രങ്ങളിൽ ചില പാളിച്ചകൾ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുകയാണ്. കാരണം പ്രോപ്പർ സെൻറ്റർ ബാക്കിട്ട് കളിക്കുന്ന ഹോമി പാങ്ങിനെ എന്തുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിച്ചത്? കൂടാതെ സന്ദീപ് സിംഗിനെ എന്തുകൊണ്ട് പുറത്തിരുത്തി? ഇഞ്ചുറി ആയിരുന്നുവെങ്കിൽ ആ ഒരു കളിക്കാരനെ വീണ്ടും ഗ്രൗണ്ടിലേക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആദ്യം റൈറ്റ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അത് കൂടാതെ കോറോ നല്ല ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ കളികളിലൊക്കെ അത്യാവശ്യം ആവറേജിന് മുകളിലും റേറ്റിംഗിൽ ഉണ്ടായിരുന്ന കോറോയെ പുറത്തിരുത്തി രാഹുലിനെ ഫസ്റ്റ് ഹാഫ് കളിപ്പിച്ചതും ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. 100% ഗോളാക്കാൻ സാധ്യതയുള്ള ഒരു ചാൻസ് ഇഞ്ചുറി സമയത്ത് സന്ദീപ് സിംഗിന് കിട്ടിയ ഒരു ഗോളാവും, അല്ലെങ്കിൽ അതൊരു ക്രോസ് കൊടുത്ത് ഈസി ആയിട്ട് ഗോളാക്കി മാറ്റാവുന്ന ഒരു ബോളായിരുന്നു. അത് ഡിഫൻസീവ് ഏരിയയിൽ അവർ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയും കണ്ടു. പക്ഷെ ആ ബോള് പുറത്തേക്ക് അടിച്ച് കളയുന്നത് ഭയങ്കര ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത 2 മത്സരങ്ങൾ വരുന്നതും എവേ മാച്ചാണ്. ഡിസംബർ 7-ാം തീയതി ബാംഗ്ലൂരിനെതിരെ ആണ് അടുത്ത മത്സരം വരുന്നത്. അതുകൂടാതെ ഡിസംബർ 14-ാം തീയതി ആണ് മോഹൻ ബഗാനായിട്ട് കൊൽക്കത്തയിൽ വെച്ചിട്ട് അടുത്ത മത്സരം നടക്കുന്നത്. എങ്കിൽ മൊത്തത്തിൽ 24 മത്സരങ്ങളാണ് ഒരു ടീമിന് ഉണ്ടാവുക. അതായത് ബ്ലാസ്റ്റേഴ്സിന് 24 മത്സരങ്ങൾ ഉണ്ടാവും. ഇതിൽ നിലവിൽ 10 മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് 14 മത്സരങ്ങൾ ബാക്കിയുണ്ട്. നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സ് വിജയത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നതും ടേബിളിൽ ടോപ്പ് ആവുന്നതും. ഒരു കന്നി കിരീടം സ്വപ്നം കാണാനും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അത് സഫലമാട്ടെ.